ഇനി അവര് പുഡിംഗ് ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പില്ലായിരുന്നു. ഇപ്പൊ നോക്കിയപ്പോ ഒട്ടും തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല. കണ്ടൻസ്ഡ് മിൽക്ക് അത്യാവശ്യമായിരുന്നതിനും ഇന്നത്തെ എന്റെ പുഡിങ്ങിന് വിചാരിച്ച് എളുപ്പം നന്നാ ഉണ്ടാക്കിയേക്കാം. ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കി ചിലപ്പോ പുഡിങ് അങ്ങ് റെഡിയാക്കിയേക്കാം. അത് എടുത്തപ്പോഴാണ് വിചാരിച്ച് എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ചിലർക്കും ഇതുപോലെ പറ്റിയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോ എല്ലാ സാധനങ്ങളും ക്രമീകരിച്ച് കഴിഞ്ഞ് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടോ നോക്കുമ്പോ ഇല്ലാതൊക്കെ വന്നേക്കാം. അപ്പൊ അവർ കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിലുണ്ടാക്കാൻ അറിയാൻ മേലാത്തവരുമായിരിക്കാം. പലർക്കും അറിയാണ്ടിരിക്കുക. അറിയുന്നവര് ബാക്കി ഇത്രയും വരെ കേട്ടിട്ട് ബാക്കി നിങ്ങൾ കാണുകയും ചെയ്യേണ്ട സ്കിപ്പ് ചെയ്തേക്കണം. അഥവാ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാൻ അറിയാൻ മേലാത്ത ആരെങ്കിലും എന്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരുണ്ടെന്ന് വരി നിങ്ങൾ ഇനിയും കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല എന്ന് പറയില്ല കേട്ടോ. ഇതേപോലെ തന്നെ അങ്ങ് ഉണ്ടാക്കിക്കും. നല്ല അടിപൊളി കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് കിട്ടുന്ന കണ്ട. ഞാൻ കുറച്ച് ആദ്യം എടുത്ത് അങ്ങ് ഷാപ്പിട്ടു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇതിന്റെ ടേസ്റ്റ്. പക്ഷെ നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതുണ്ടല്ലോ ഒട്ടും ഇത്ര അങ്ങോട്ട് ടേസ്റ്റ് വരത്തില്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ അവര് മറ്റെന്തെങ്കിലും ചേർക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ കണ്ടോ, വിശ്വസിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് കഴിക്കുകയും ചെയ്യാം, മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ. എനിക്കിഷ്ടമായത് കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കൂ എങ്ങനെയാ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാമേ. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പാൽപ്പൊടി, അതേ പാത്രത്തിൽ തന്നെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുക, ഒരു 50 ഗ്രാം ബട്ടർ, 1/2 കപ്പ് ചൂടുവെള്ളമേ. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റും. ഇതേപോലെ തന്നെ അങ്ങ് ഉണ്ടാക്കിക്കും. നല്ല അടിപൊളി കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് കിട്ടുന്ന